അപ്പോൾ എല്ലാവർക്കും അച്ചായത്തിൻ്റെ വക ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ആശംസകൾ പറയണം. കാരണം 50 ദിവസം നോയമ്പൊക്കെ പിടിച്ച് ഉള്ള ഒരു ഈസ്റ്ററിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നൊരു പ്രത്യേക വൈബാണ്. നമ്മൾ 50 ദിവസം നോയമ്പ് പിടിച്ചിട്ട് ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു വൈബ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ വൈബിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് സ്പെഷ്യൽ എന്ന് ഇതിന് ചോദിച്ച് മെസ്സേജ് അയക്കാൻ പാടില്ല. അപ്പം സ്പെഷ്യൽസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്പെഷ്യലിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ഇടിച്ച് പരത്തി നല്ല അടിച്ച് പൊഴുത്തി ഉണ്ടാക്കിയ നമ്മുടെ ഉണക്കപ്പയാണ് സംഭവം. ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ സാലഡാണ്. ഈ സാലഡ് ഇല്ലാണ്ട് നമുക്കൊരു സംഭവമില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് ഇഞ്ചിയും കരിയാപ്പിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യുന്നൊരു ഇഞ്ചിയാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ. അപ്പം ഇനി നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മൾ നോൺ വെജിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഉമ്മുണ്ടാവും, ഒരു ഗുമ്മ. ആ ഗുമ്മൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു പ്രത്യേക സ്പെഷ്യൽ സാലഡാണ്. കട്ട്ലേറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരു സംഭവമില്ല. അപ്പോൾ കട്ട്ലേറ്റ് അതിൻ്റെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ ഇതാണ് കട്ട്ലേറ്റിൻ്റെ സംഭവം. പിന്നെ ഇതാണ് ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഈ കള്ളപ്പമാണിത്. കള്ളപ്പവും പോത്തുകറി അല്ലെങ്കിൽ കള്ളപ്പവും പോർക്കും ഇല്ലാണ്ട് നമുക്കൊരാഘോഷമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതേ തിരികളൊക്കെ കത്തിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഈസ്റ്റർ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ടേബിൾ ഡെക്കോർ. വളരെ അധികം ഞാൻ ചെയ്തില്ല. പിന്നെ പോർക്കില്ലാണ്ട് നമുക്കൊരു ആഘോഷമില്ല. പോർക്ക് എന്ന് പറയുന്നത് നല്ല നെയ്യുള്ള പോർക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ അതേപടി ഇട്ടിട്ടുണ്ടാക്കുന്ന പോർക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഇച്ചിരി ഡ്രൈ ഫ്രൈയിൽ പോർക്ക് ഇരിക്കുമ്പോഴാണ് നല്ല കുരുമുളക് കിട്ടിയിട്ടുള്ള പോർക്കിൻ്റെ സ്പെഷ്യലാണ്. പിന്നെ സ്റ്റൂ ഇല്ലാണ്ട് നമുക്കൊരാഘോഷമില്ല. സ്റ്റൂ ഉള്ളപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാവണം. അപ്പം ബ്രെഡൊക്കെ കൂട്ടിയിട്ട് പൊളിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റൂവിനൊരു. അപ്പോൾ ഇത് മട്ടൺ സ്റ്റൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കുക. പിന്നെ ഇത് നമ്മുടെ ഫിഷ് കറിയാണ്. നല്ല അടിപൊളി നമ്മുടെ പാല അച്ചായത്തി സ്റ്റൈൽ ഫിഷ് കറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചായ എല്ലാവരും എടുത്ത് ഭണ്ഡാറടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ കള്ളാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു നൈസായിട്ടൊക്കെ ഒന്ന് ഉച്ചയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചടിച്ചിട്ടല്ല, വൈകിട്ടൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഇത് ഉണ്ടാക്കിയ എൻ്റെ ടൊടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അച്ചായത്തിൻ്റെ സ്പെഷ്യൽ. അപ്പം ഇനി എന്നോട് ചോദിച്ചുകൊണ്ട് വരുന്നത് അച്ചായത്തി എന്താണ് സ്പെഷ്യൽ എന്ന്. അപ്പം ഇനി വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇച്ചിരി ചോറൊക്കെ കൊണ്ട് കഴിക്കും. കാരണം നമുക്കിനി അധികമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം തീറ്റയായിരിക്കും തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞത് നമ്മൾ താറാവറച്ചി ഇപ്രാവശ്യം വെക്കാൻ പറ്റില്ല, കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം വെച്ചിട്ട് അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് അച്ചായത്തിൻ്റെ സ്പെഷ്യലും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്കിനി മിണ്ടാൻ പറ്റിയെന്ന് പറഞ്ഞില്ല. കാരണം അത്രമാത്രം ചമ്പാണ് ഞാൻ വെട്ടി വിഴുകാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു ഫോൺ പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാണ്ടും ഇടാണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഫോൺ തിരിച്ച് വരുമ്പോൾ ഞാൻ ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വാങ്ങുകയാണ്. അപ്പം ഇതാണ് എൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത്. കണ്ടോ എൻ്റെ കുഞ്ഞ് ചിക്ക് ഇത് കണ്ടോ. അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ജോലിയായിട്ടിരിക്കണം. ടേക്ക് കെയർ.